ഗനീം അൽ മുഫ്താഹ് ജീവിക്കുന്ന ഉദാഹരണമാണ്. നമ്മൾ ഖത്തർ വേൾഡ് കപ്പിൽ കണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം നല്ല ചെറിയ പ്രായമാണ്, നല്ലൊരു ഓൺടർപ്രണറാണ്, നല്ലൊരു ആക്ടിവിസ്റ്റാണ്, യൂട്യൂബറാണ്. എന്തൊക്കെ ചെയ്യുന്നോ, 2 കാലുകളില്ലാതെ ജനിച്ച അദ്ദേഹം നീന്തും. ഗൾഫിലെ ഏറ്റവും വലിയ പർവ്വതം അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. അദ്ദേഹം ചെയ്യാത്ത എന്ത് കാര്യമുള്ളത്? അദ്ദേഹം ഡ്രൈവ് ചെയ്യും, ഇങ്ങനെ പലതും ചെയ്യും. നമ്മളൊക്കെ എവിടെ നിൽക്കുന്നത്? അദ്ദേഹം പറയുന്നൊരു അനുഭവമുണ്ട്. ഉമ്മ ഗർഭിണിയായ സമയത്ത് ഡോക്ടർ പറഞ്ഞു അത്രേ. എന്താ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർ പറഞ്ഞു, കുട്ടിക്ക് കാലുകളില്ല, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പല കോംപ്ലിക്കേഷനും ഉണ്ടാവും, അത് ഉമ്മയുടെ ആരോഗ്യത്തെയും കുട്ടിയുടെ ആരോഗ്യത്തെയും ബാധിക്കും. അബോർഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടർ ഉപദേശിച്ചു അത്രേ. അപ്പോൾ ഉമ്മ തീരുമാനിച്ചു, ഇല്ല, അള്ളാഹു തന്ന് ഞാൻ സ്വീകരിക്കും. ഉപ്പ പറഞ്ഞു, അവൻ്റെ വലത് കാലും ഇടത് കാലുമായിട്ട് നമുക്ക് 2 പേർക്കും മാറാം. അങ്ങനെ ആ കുട്ടി ജനിച്ചു. ഉമ്മ പറയുന്നുണ്ട് വീണ്ടും, ആ കുട്ടിയെ കണ്ടപ്പോൾ കണ്ടവരൊക്കെ വിചാരിച്ചു ആ കുട്ടി മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. കാരണം ഈ ആരോഗ്യമില്ലാത്ത അവസ്ഥ, കാലുകളുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമായിരിക്കുമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ ആ സഹോദരൻ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, മനക്കരുത്ത്, അതുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുകയാണ്. നമ്മൾ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഈ 2 കാലുകളും ഇല്ലാതെ നമ്മുടെ ആ സഹോദരൻ ഗനീം അൽ മുഫ്താഹ് ചെയ്യുകയാണ്. നമുക്കിതിലൊക്കെ പ്രചോദനമാണ് കൂട്ടുകാരെ. നമുക്ക് ഹെലൻ കെല്ലർ ഓർമ്മിക്കാം, നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഓർമ്മിക്കാം. ഇതിലൊക്കെ നമുക്കുള്ള പാഠം, ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ച എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനോഭാവമാണ്. നമ്മുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ, പോസിറ്റീവ് ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, മനസ്സിനെ സംസ്കരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. നമുക്ക് സന്തോഷമുള്ള ജീവിതം കിട്ടും. എവിടെ? ഈ ദുനിയാവിലും നാളെ പരലോകത്തും.